സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിതിനു മുമ്പ് ഒരു വീഡിയോ പറഞ്ഞായിരുന്നു, വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയനുമായിട്ടുള്ള ബന്ധം, അത് പിണറായി വിജയനെയും ബി ജെ പിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ഒരു ചങ്ങലയുടെ പാലമാണ് വെള്ളാപ്പള്ളി എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതിപ്പം ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പം കാര്യങ്ങൾ നടക്കുന്നത്. കാര്യം, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് വന്നപ്പം ഈ ശബരിമല വിഷയത്തിലെ സ്വർണം കട്ട കാര്യത്തിൽ നേട്ടമുണ്ടായത് യു ഡി എഫിനാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പം ബി ജെ പിക്കാർക്കും മനസ്സിലായി ഇത് യു ഡി എഫിനാണ് നേട്ടമുണ്ടാകുന്നത്. ആ യു ഡി എഫിൻ്റെ നേട്ടം ബി ജെ പിയിലേക്ക് മാറ്റാനായിട്ട് ഒരു ശ്രമം ആണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണമാണ് ഇപ്പോൾ ബി ജെ പിക്കാർ വെള്ളാപ്പള്ളിയെ പുകഴ്ത്തിപ്പറയുന്നത്. അപ്പോൾ പുകഴ്ത്തിപ്പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെള്ളാപ്പള്ളിയും ഒരു ബി ജെ പിയുടെ ഏജൻറ്റ് തന്നെയാണ്. അപ്പം അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഇപ്പോൾ കേട്ടു. പ്രകാശ് ജാവ്ദേക്കർ വെള്ളാപ്പള്ളിയെ പുള്ളിയുടെ വീട്ടിൽ ചെന്ന് സന്ദർശിച്ചു എന്നിപ്പം അറിയാൻ സാധിച്ചു. അപ്പം ഇതൊക്കെ കൂടെ കൂട്ടി വായിക്കുമ്പം കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും കൂടെ ഇവിടെ ഒരു ഒത്തുകളി നടത്തുന്നുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ എല്ലാവരും ഇല്ല. ഇപ്പം പിണറായി വിജയൻ, മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് പിണറായി വിജയൻ, MABB എന്നൊക്കെ പറഞ്ഞാൽ വെറും ബേബിയായിട്ടാണ് പിണറായി വിജയൻ കണക്കാക്കുന്നത്. അല്ല, പിണറായി വിജയൻ ബേബിക്കൊന്നും ഒരു പ്രസക്തിയില്ല, അഖിലേന്ത്യാ നേതാവെന്ന് പറയാമെന്നേ ഉള്ളൂ. അപ്പോൾ പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ഘടകം ഈ വെള്ളാപ്പള്ളിയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലിപ്പോൾ പ്രകാശ് ജാവ്ദേക്കർ ചെന്ന് ഒരു ചർച്ച നടത്തിയെന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ തമ്മിൽ ഉള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. എങ്ങനെങ്കിലും ബി ജെ പിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു 10-15 സീറ്റ് ഒപ്പിച്ച്, ഒരു 10 സീറ്റെങ്കിലും ഒപ്പിച്ചു കൊടുക്കാനുള്ള ഒരു കരാറ് മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ബി ജെ പി ഇവിടുത്തെ പ്രതിപക്ഷമാകേണ്ടത് നല്ല കാര്യമാണ്. മാർക്സിസ്റ്റ് പാർട്ടി അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. കോൺഗ്രസ് ആണെങ്കിൽ ഒരിക്കലും നശിക്കത്തില്ല, പിന്നെയും വളർന്നു വരും. അതിൻ്റെ ഉദാഹരണമൊക്കെ കർണാടകത്തിലും മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ അവർ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും കോൺഗ്രസിനെ ഇന്ത്യയിൽ നിന്ന് തൂത്തെറിയാനൊക്കത്തില്ല, പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയെ തൂത്തെറിയാനൊക്കും. അതുപോലെ ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുക. ബി ജെ പി ഒരു കേന്ദ്ര പാർട്ടിയാണ്. അവരാണ് ഇവിടുത്തെ പ്രതിപക്ഷമോ ഭരണകക്ഷിയോ ആകേണ്ടത്. പക്ഷേ അതിന് ചെയ്യേണ്ട മാർഗം ഇതല്ല. അവർ നേരായ മാർഗത്തിലൂടെയാണ് ചെയ്യേണ്ടത്. അതിന് മാർക്സിസ്റ്റ് പാർട്ടിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടോ വെള്ളാപ്പള്ളിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടോ അല്ല ഈ പരിപാടി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.